ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ നോക്കിക്കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്ധമായിട്ടുള്ള ബി.ജെ.പി. വിരോധം. അത് പക്ഷേ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഒന്നുമായിരുന്നില്ല. അത് മാധ്യമങ്ങൾക്കായിരുന്നു. അത് വളരെ ശരിയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ വിളറി കൊണ്ട് നടക്കുകയായിരുന്നു ഇവിടുത്തെ BJPക്കെതിരായിട്ട്. ഇപ്പോൾ ആൻറ്റി BJP എന്ന് പറഞ്ഞ ഒരു ഒറ്റ മുദ്രാവാക്യമേ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കുള്ളൂ എന്നുള്ളതാണ്. അത് അതിനകത്ത് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണ് BJPയോട് ഇത്ര വലിയ വിരോധം ഈ മാധ്യമങ്ങൾക്ക് എന്നുള്ളത് മനസ്സിലാക്കണം. ആദ്യകാലത്ത് മാധ്യമ പ്രവർത്തനത്തിലേക്ക് എത്തിയവർ അത്യാവശ്യം എഴുത്തും വായനയും ഒക്കെ താല്പര്യമുള്ളവരായിരുന്നു. അവർക്കൊരു ഇടതുപക്ഷ മനസ്സുണ്ടായിരുന്നു. ആ സീനിയർ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പലർക്കും ആ ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്. ആ മനസ്സുമായിട്ടാണ് അവർ വന്നത്. പക്ഷേ പിന്നീട് ഇതൊരു മാഫിയവൽക്കരിക്കപ്പെട്ടു. കേരളത്തിലെ മാധ്യമങ്ങൾ, അതായത് പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും, അതായത് ടെലിവിഷൻ ചാനലുകളടക്കം ഈ സോ കോൾഡ് എസ്റ്റാബ്ലിഷ്ഡ് മീഡിയകളെല്ലാം തന്നെ ഒരു വിധത്തിലുള്ള ഒരു ഒരു പക്ഷപാതിത്വം കാണിക്കാൻ തുടങ്ങി. അത് പിന്നീട് ഇസ്ലാമിസ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ലെഫ്റ്റ് വിങ്, അതായത് ഇസ്ലാമിസ്റ്റുകളെല്ലാം കൂടെ ഒന്ന് ഈ ലെഫ്റ്റിൽ ചേക്കേറിയിട്ട് അവരുടെ ഭാഗത്തേക്ക് ഈ ലെഫ്റ്റിനെ അങ്ങ് വളച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദത്തിനും ഇസ്ലാമിക പ്രവർത്തനത്തിനും ഇസ്ലാമിക വൽക്കരണത്തിനും വേണ്ടിയിട്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിനെ അവരുടെ വശത്തേക്ക് മാറ്റി എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ഇതിൻ്റെ നിയന്ത്രണ ശക്തി ഇന്ന് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലാണ്. കോൺഗ്രസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിനെ അങ്ങനെ ഡ്രൈവ് ചെയ്യുകയല്ല ചെയ്യുന്നത്, കോൺഗ്രസ് അത് മൊത്തത്തിൽ തന്നെ ഇസ്ലാമിസ്റ്റുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ സംഭവിച്ചത്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചിട്ട് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ്സിനും ഒന്നും അങ്ങനെ അന്ധമായി മാധ്യമങ്ങൾക്കുള്ള അത്ര വിരോധം BJPയോട് കേരളത്തിലില്ല. പക്ഷേ ഈ പറയുന്ന മാധ്യമങ്ങൾക്കുണ്ട്. കാരണം മാധ്യമ പ്രവർത്തകർ ഈ പറയുന്ന ഒരു ഇടതുപക്ഷ സ്വഭാവം പറഞ്ഞല്ലോ, അത് പിന്നീട് ഇസ്ലാമിസ്റ്റിൻ്റെ സ്വഭാവത്തിലേക്ക് അങ്ങ് മാറി. എങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ്സിലും ഒക്കെ വന്നത്, അതുപോലെ വലിയ തോതിലുള്ള ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ഇല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സ്വഭാവത്തിൻ്റെ തീവ്രതയും ഇതും കൂടെ ചേർന്നിട്ട് ഈ BJP അങ്ങ് ശത്രുവായിട്ട് പ്രഖ്യാപിക്കുന്ന നയത്തിലേക്ക് വരാം. ആദ്യമേ ഹിന്ദു വിരോധമുണ്ട്. നമുക്കറിയാലോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അജണ്ട നവോത്ഥാന മൂല്യങ്ങളെയും നവോത്ഥാന മുന്നേറ്റത്തെയും തകർക്കുക എന്നുള്ളതായിരുന്നു. അതായത് നവോത്ഥാന മുന്നേറ്റത്തെ ഇവർ വഴിതിരിച്ചു. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയൊക്കെ കൂടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സാമൂഹിക മുന്നേറ്റം ഉണ്ടായിരുന്നു. അത് ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിൽ അയ്യങ്കാളി പോലും അങ്ങനെയായിരുന്നു. അയ്യങ്കാളി ജാതിക്കെതിരായിരുന്നു, ഈ പറയുന്ന ജാതി ശ്രേണിവൽക്കരണത്തിനെതിരായിരുന്നു, ജാതി വിഭാഗീയതയ്ക്കെതിരായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തത്? എന്നിട്ട് അദ്ദേഹം ക്രിസ്ത്യാനിയായില്ല, മുസ്ലിം ആയില്ല. അദ്ദേഹം ഈ മതത്തിനകത്ത് നിന്നുകൊണ്ട് ഈ മതത്തിൻ്റെ പ്രശ്നങ്ങളെ തിരുത്തി ഇതിനകത്ത് ശരിയായ മൂല്യങ്ങളെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളിയായത്. അംബേദ്കർ ചെയ്ത പോലെ അംബേദ്കർ ബുദ്ധിസ്റ്റ് ആയത് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ എന്നിട്ടും അംബേദ്കറിന് കൃത്യമായിട്ട് അറിയാം അംബേദ്കർ എന്തുകൊണ്ട് മുസ്ലിം ആയില്ല, എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായില്ല. അംബേദ്കറിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ സെമിറ്റിക് മതങ്ങളുടെ ആപത്ത് എന്താണെന്ന്. അതുകൊണ്ടാണ് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചതെന്നുള്ളതാണ്. അയ്യങ്കാളി അതുകൂടി ചെയ്തില്ല. ചെയ്യാതെ തന്നെ ഇവിടെ വലിയ നവോത്ഥാന മാറ്റവും ജനങ്ങളുടെ മനസ്സിൽ മൂല്യവും ഉണ്ടാക്കി. അതുകൊണ്ട് അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളിയായി മാറി നമ്മുടെ ഹൃദയങ്ങളിലെല്ലാം ഇന്നും കുടികൊള്ളുന്നു. അപ്പോൾ അങ്ങനെ ഒരു മഹത്തായ മുന്നേറ്റം നവോത്ഥാനം ഇവിടെ നടന്നതിനെ ഇല്ലായ്മ ചെയ്യാൻ, ഇല്ലെങ്കിൽ അതിനെ തങ്ങളുടെ വഴിക്ക് കൊണ്ടുപോകാൻ, അതിനെ ആധ്യാത്മിക വിരുദ്ധമാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ ശ്രമിച്ചു. ആ കമ്മ്യൂണിസ്റ്റുകളുടെ ശ്രമം പിൽക്കാലത്ത് ഈ മാധ്യമപ്രവർത്തകർ ഏറ്റെടുത്തു. മാധ്യമപ്രവർത്തകർ ഏറ്റെടുത്തിട്ട് അവരെന്താ ചെയ്തത്? അന്ധമായിട്ടുള്ള ഹിന്ദു വിരോധം പിന്നീട് അത് BJP വിരോധമായിട്ട് മാറുന്നു. ഇങ്ങനെ അതായത് സംഘപരിവാർ വിരോധമായിട്ട് മാറുന്നു. അപ്പോൾ പുതിയ മാധ്യമപ്രവർത്തകർ ഈ പറയുന്ന ഒരു അജണ്ടയുമായിട്ടല്ല ആദ്യമായിട്ടൊരു ജൂനിയർ ജേർണലിസ്റ്റ്, തുടക്കക്കാരൻ മാധ്യമപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. അവൻ മാധ്യമപ്രവർത്തനത്തിലുള്ള ഒരു പ്രശസ്തി കിട്ടാനോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു അധികാരം പോലത്തെ ഒരു സുഖം കിട്ടാനോ ഒക്കെ ആയിട്ടാണ് മാധ്യമപ്രവർത്തകനാവുന്നത്. പക്ഷെ അവിടെ വരുമ്പോൾ അവൻ്റെ സീനിയേഴ്സായിട്ടുള്ള ഈ BJP വിരുദ്ധരായിട്ടുള്ള ഹിന്ദു വിരുദ്ധരായിട്ടുള്ളവർ കുറേ വിഷം കുത്തിവെക്കുവരുടെ മേൽ. അതാണ് അവരെ ഈ പറയുന്ന പുതിയ മാധ്യമപ്രവർത്തകർ നമ്മളൊന്ന് കണ്ടാൽ അറിയാം. ഈ മിക്ക മാധ്യമങ്ങളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മനോഭാവം എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഏഷ്യാനെറ്റ് ആയാലും പോലും രാജീവ് ചന്ദ്രശേഖരൻ്റെയാണ് ഉടമസ്ഥതയിലുള്ളതാണ്. എന്നിട്ട് പോലും അതിന് BJP വിരുദ്ധതയാണ്. ഇത്രയധികം കുറ്റം പറഞ്ഞിട്ടുള്ള മറ്റൊരു എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരനെ കഴിഞ്ഞ ഇലക്ഷനിൽ തോൽപ്പിച്ചത് ഏഷ്യാനെറ്റ് ആണെന്നാണ് തോന്നുന്നത്. ആ സ്ഥാപനം ഒറ്റ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റ്. ആ രീതിയിൽ ആ മാധ്യമം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് യാതൊരു തരത്തിലുള്ള അതിൻ്റെ അകത്തുള്ള ആൾക്കാർ മുഴുവൻ ഓരോ മാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റിനകത്തുള്ള ഓരോ മാധ്യമ പ്രവർത്തകരെ എടുത്ത് നോക്കിയാൽ അറിയാം അവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണെന്നുള്ളത്. ഇനി ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ അത് പറയുന്നുണ്ട്. അതെ, അതായത് ഈ എന്തായാലും പേര് അബ്ജോദ് വർഗീസ്. എന്തൊരു വർഗീയതയാണ് പറയുന്നത്. ഹിന്ദുക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ്. ഉദയനിധി സ്റ്റാലിന്റെ ചേട്ടനായിട്ട് വരും. ഹിന്ദുക്കളെ മുഴുവൻ കഴുത്തിറക്കണം എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്.
അത് ചെയ്യണമെന്ന് പറഞ്ഞ പകർച്ചവ്യാധിയാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്നെയൊക്കെ പിടിച്ച് അയാളുടെ മനോഭാവം എന്ന് ആലോചിച്ചു, എന്നെയൊക്കെ പിടിച്ച് നാട്ടു റോഡിൽ നിർത്തി കഴുത്ത് വെട്ടാനായിട്ടുള്ള ഒരു താല്പര്യമുള്ള ആളാണ് എന്നുള്ളതാണ് അബ്ജോദ് വർഗീസിനെ പറ്റി നമ്മൾ അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന മാധ്യമപ്രവർത്തകരാണ് ഇവിടുത്തെ മാധ്യമധർമ്മം നിർവഹിക്കാനിരിക്കുന്നത് എന്നുള്ളത്. ഏത് മാധ്യമപ്രവർത്തകരാണ് അതല്ലാത്തത്? ഇപ്പോൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകരായിരുന്നു ഈ TNG ഒക്കെ ആയിരുന്നു ഏറ്റവും മുതിർന്നവർ, അവരൊക്കെ മരിച്ചുപോയി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ അത് ഏഷ്യാനെറ്റിലായാലും മനോരമയിലായാലും റിപ്പോർട്ടറിലായാലും ന്യൂസ് മലയാളം എന്ന് പറയുന്ന പുതിയ ചാനലിലായാലും ഇനിയിപ്പോൾ ബിഗ് TV-യിലാണെങ്കിലും ശരി തന്നെ അവിടെയൊക്കെ ഇരിക്കുന്നവരുടെ മനസ്സിൽ അത് ഉണ്ണി ബാലകൃഷ്ണൻ, വേണു ബാലകൃഷ്ണൻ, ജിമ്മി ജെയിംസ്, ഈ പറയുന്ന വിനു വി ജോൺ അടക്കമുള്ളവർക്ക് 100% ആൻറ്റി BJP തോട്ട് മാത്രമേ ഉള്ളൂ. ജിമ്മി ജെയിംസ് കൃത്യമായിട്ട് മീഡിയ വണ്ടി പോയി എത്തേണ്ട സ്ഥലത്താണ് എത്തിയത്. അവിടെ മൗദൂദികൾക്കൊപ്പം നിൽക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മനുഷ്യനാണ്. അപ്പോൾ അതുപോലെ ഓരോ മാധ്യമപ്രവർത്തകനും അവിടെ പ്രവർത്തിക്കുന്നത്, ഇല്ലെങ്കിൽ ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നത് മാധ്യമ സ്ഥാപനത്തിൻ്റെ താല്പര്യത്തെക്കാൾ ഇവർക്ക് അത് ഈ പറയുന്ന മൂർത്തിയേക്കാൾ വലിയ ശാന്തി എന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ മീഡിയ വണ്ണിനുള്ള താല്പര്യത്തെക്കാൾ ഈ മാധ്യമപ്രവർത്തകർക്ക് അവർക്ക് വീര്യം കൂടുതലാണ്. ഇവർക്കൊക്കെ എക്സ്ട്രാ ഫണ്ടുകളും എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിയാൽ തെറ്റു പറയാൻ പറ്റില്ല. BJP തകർക്ക് അതിന്റെ ഡീപ് സ്റ്റേറ്റ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ കട്ടിംഗ് സൗത്തും സൗത്തിന്റെ ഭീകരനായ ഒരു ജേർണലിസ്റ്റ് തിരുവനന്തപുരത്തുണ്ട്. അയാൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പേര് പറയുന്നില്ല. അപ്പൊ അങ്ങനെ കട്ടിംഗ് സൗത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക പൂർണ്ണമായിട്ടും. അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കണ്ടുകൂടാത്ത ആൾക്കാരാണ് സന്യാസിമാർ, ഹിന്ദു വിശ്വാസികൾ, ക്ഷേത്രങ്ങൾ. ഇതിനോടൊക്കെ അന്ധമായ വെറുപ്പാണ് ഈ പറയുന്ന മാധ്യമപ്രവർത്തകർക്ക് ഉള്ളത്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അങ്ങനെ ഈ സന്യാസിമാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, സന്യാസിമാർ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വളച്ചൊടിക്കും. അതേസമയം ഇമാമുമാരോ മറ്റു പുരോഹിതന്മാരോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കൊട്ടിഘോഷത്തോടു കൂടിയാണ് അത് പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇവർ നിലനിൽക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. അപ്പൊ ഇവരുടെ മനോഭാവം ആത്യന്തികമായ താല്പര്യം എന്ന് പറയുന്നത് ആൻറ്റി ഹിന്ദുവാണ്, ആൻറ്റി BJP ആണ്. കൃത്യമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷ ഇസ്ലാമിസ്റ്റ് മനസ്സോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം ഇവരുടെയൊക്കെ ഒരു താല്പര്യം എന്താണെന്ന് നോക്കണേ, ലെബനനിലും ഗാസയിലും ഒക്കെ ആക്രമണം ഉണ്ടായപ്പോൾ വലിയ നിലവിളിയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ 10-400 പേരെയാണ് കൊന്നത്, അവിടെ മരിക്കുന്ന മുസ്ലിങ്ങളിൽ. അപ്പോൾ കൊല്ലുന്നത് പാകിസ്ഥാനികളായതുകൊണ്ട്, മുസ്ലിങ്ങളായതുകൊണ്ട് അത് കുഴപ്പമില്ല. മുസ്ലിങ്ങളെ കൊന്നാലും കുഴപ്പമില്ല. ലെബനന്റെ ചരിത്രവും സിറിയയുടെ ചരിത്രവും അവിടുത്തെ ക്രിസ്ത്യാനികളായിരുന്നു ഭൂരിപക്ഷവും. അവരൊക്കെ എവിടെ പോയി, എങ്ങനെയാ കൊല്ലപ്പെട്ടത്? നൈജീരിയയില് ക്രിസ്ത്യൻസിനെ കൂട്ടക്കൊല ചെയ്തല്ലോ. അതെ, ഇപ്പോഴും കൊന്നോണ്ടിരിക്കുകയാണ്. ദിവസവും മിണ്ടില്ല, ഒരു വക മിണ്ടില്ല. ഈ പറയുന്ന ബംഗ്ലാദേശിനെ നടന്ന ഹിന്ദുക്കളെ കൊലപ്പെടുത്തുന്നത് പോലും ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. വീഡിയോകളും ഫുട്ടേജുകളും ഒക്കെ ഇത്രയും ഇറങ്ങിയത് കൊണ്ടാണ് ഇവർക്ക് അതിനെ ഒന്നും മിണ്ടാൻ പറ്റാതായത്. എന്നിട്ടും ഇവർ ശ്രമിച്ചു പരമാവധി. എന്നിട്ടും ഈ ഏഷ്യാനെറ്റൊക്കെ ആൾക്കാരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ ആക്രമണമൊന്നും നടക്കുന്നില്ല. ബലാത്സംഗം ചെയ്തു 40-50 പേര് ചേർന്നിട്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത സംഭവം പോലും ബംഗ്ലാദേശിലുണ്ടായി. അത്രയും ഭീകരമായിട്ടുള്ള ബലാത്സംഗങ്ങളും കൂട്ടക്കൊലകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെളിയിൽ വരാത്ത പല കാര്യങ്ങളും ഉണ്ട് താനും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ലക്ഷ്യം. മാധ്യമങ്ങൾ പറയുന്ന എപ്പോഴും ഈ ഇസ്ലാമിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ഒക്കെ ഒപ്പമാണെന്നുള്ളൊരു തെളിവ് കൂടിയുണ്ട്. അതായത് ഈ അസ്ത്രം ഗഫൂർ ഒരിക്കൽ ഒരു യോഗത്തിൽ പറഞ്ഞതാണ്, ഒരു പരിപാടിയിൽ പറഞ്ഞതാണ്, എല്ലാ കാലത്തും മാധ്യമങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളൂ, ഞങ്ങൾക്കൊപ്പമാണ് അവർ. അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇവരുടെക്കൊപ്പമാണ് ഇവർ നിൽക്കുന്നത്, ഇവരുടെ നിലപാടതാണ്. ഇപ്പോൾ ഓരോ ഈ മാധ്യമ പ്രവർത്തകന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് സേവയാണ്, ഇസ്ലാമിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സേവയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് BJP കേരളത്തിൽ ഇത്രയധികം തരംഗമുണ്ടാക്കി BJP വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇവർ പറയുന്നത് എന്താണ്? BJP വരരുത്, ഒരു കാരണവശാലും താമര വിരിയരുത്. എന്നിട്ട് ഈ പാലക്കാട് ഒരു വസ്തുതയും ഇല്ലാത്ത കാര്യം എടുത്തു വെച്ച് വാർത്തയാക്കിയില്ലേ? അതേസമയം നേരെ തിരിച്ചുണ്ടായിരുന്നെങ്കിൽ ഇവർ മിണ്ടില്ലല്ലോ. അല്ല, അത് അത്രത്തോളം ഭയം ആ ഒരു നേതാവിന് ഉണ്ട് എന്നുള്ളത്. അതെ, ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കുമെന്ന് 100% ഉറപ്പാണ്. അത്രയും ഭയവും ഉണ്ട്. കാരണം നമ്മളൊരു മാധ്യമ പ്രവർത്തകയുടെ രീതി കണ്ടതാണല്ലോ. അവര് മാറി മാറി നടന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇവിടെ മുഴുവനും BJP കേന്ദ്രമാണ്, ഞാനെന്നാ വേറെ സ്ഥലത്ത് പോവാം, എവിടെ പോയാലും ഇത് തന്നെയാണ് കേൾക്കുന്നത്. എല്ലാവരും പറയുന്നത് ശോഭാ സുരേന്ദ്രൻ മതി. അപ്പൊ ഈ മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ മനസ്സിൽ ന്യൂസ് 24/7 എന്ന് പറയുന്ന മലയാളം 24/7 അതിനകത്തും ഈ പറയുന്ന പുതിയ ബിഗ് TV വന്നു. സുജയ പാർവതിയൊക്കെ അവിടെ ചെന്നപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ഈ പറയുന്ന അതിൻ്റെ ഒരു നിലപാടെങ്കിലും ശരിയായിട്ടുള്ള സത്യസന്ധമായ നിലപാടുണ്ടാവും, നിഷ്പക്ഷമായി മാറും
എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ബിഗ് ടി വി അതിനും അപ്പുറത്തേക്ക് പോയി. കാരണം വേണു ബാലകൃഷ്ണൻ അവിടെ ഉണ്ടല്ലോ. വേണു ബാലകൃഷ്ണൻ ഉള്ളിടത്തോളം കാലം അത് ഈ പറയുന്ന നിഷ്പക്ഷമാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഈ മാധ്യമപ്രവർത്തകരുടെയൊക്കെ നിലവാരവും ഒക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു തെളിവുമില്ലാതെ ആ പൈസ വെച്ചു കൊടുക്കുന്നത് പോലും കാണാനില്ല ഇതിൻ്റെ അകത്ത്. എന്നിട്ട് ഈ സ്ത്രീ BJPയുടെ വാഹനത്തിൽ കയറുന്ന വിഷ്വലില്ല, കൃത്യമായിട്ട് മുറിച്ചാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ കൂടെ വന്ന ആ സ്ത്രീയുടെ കൂടെ പൈസ കൊടുക്കാൻ നേരത്ത് കൂടെ നിൽക്കുന്നത് കോൺഗ്രസ് നേതാവ്, അയാൾ പിന്നീട് ആരോപണം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് അബദ്ധങ്ങൾ പറ്റി, വീഡിയോകൾ മുറിച്ചു, ഒരു കാര്യവുമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ഒരു തെളിവും ഇല്ലായിരുന്നു. അവസാനം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, സാധാരണക്കാരായ ജനങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുകയും ചെയ്തു. മാധ്യമങ്ങൾ കുതന്ത്രങ്ങൾ അങ്ങേയറ്റം പ്രയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങേയറ്റം കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ മുന്നോട്ട് പോയത്. അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ കാലമാണ്. ഈ കാലത്ത് മാധ്യമങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മാധ്യമങ്ങളെ ജനങ്ങൾ തിരസ്കരിക്കും. അതിന് വലിയ കാലദൂരമില്ല. അത് ഉടനെ തന്നെ സംഭവിക്കും. ഈ മാധ്യമ പ്രവർത്തകർക്കെല്ലാം തന്നെ നിലപാട് മാറ്റേണ്ടി വരും. അതിലും യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.